UAE-യിലും UDF പ്രവർത്തകരുടെ വിജയാഘോഷം തുടരുകയാണ്. ഇൻകാസിന്റെയും KMCC-യുടെയും നേതൃത്വത്തിൽ ഈ രാത്രിയിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ദുബൈയിലെ ആഘോഷ പരിപാടിയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരും. ഷിനോജ, വിപുലമായ ആഘോഷ പരിപാടികളാണോ അവിടെ? UDF-ന്റെ ഐതിഹാസിക വിജയത്തിന്റെ ആഘോഷം ദുബൈയിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ റിസൾട്ട് പറഞ്ഞു തുടങ്ങിയത് മുതൽ ഇൻകാസിന്റെയും അതേപോലെ തന്നെ KMCC-യുടെയും ഒക്കെ ആഘോഷം ദുബൈയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ദുബൈയിലെ ഫ്ലോറ ഇൻ ഹോട്ടലിലാണ്. ഇവിടെ ഇൻകാസ് ദുബൈ സ്റ്റേറ്റ് കമ്മിറ്റി ഒരുക്കുന്ന ആഘോഷ പരിപാടിയിലാണ്. ഇവിടെ ഗാനാലാപനം ഉണ്ടായിരുന്നു, കവിതാലാപനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കേക്ക് മുറിച്ച് മധുരം പങ്കിടുന്ന ഇതിലാണ്. നമുക്ക് നേരത്തെ നമ്മൾ നേതാക്കളുടെയൊക്കെ പ്രതികരണം കൊടുത്തിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പലരും ഇതുവരെ UDF ജയിക്കാത്ത സ്ഥലങ്ങളിൽ ജയിച്ചതിൻ്റെ അനുഭവം പങ്കിട്ടായിരുന്നു. ഈ വോട്ടെണ്ണലിൻ്റെ ഇടയിൽ എത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? നല്ലൊരു മൊമെന്റ് ആയിരുന്നു. വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ UDF ജയിച്ച എല്ലാവർക്കും ആശംസ. ഏതാ മണ്ഡലം? ഗുരുവായൂരാണ്. വിജയിച്ചില്ല. അത് ഇവിടെ വനിതാ പ്രവർത്തകരുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ പല അപൂർവ നിമിഷങ്ങളും ഇതിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പിണറായി പിന്നിലാകുന്നത് പോലുള്ള നിമിഷങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു UDF പ്രവർത്തകർ എന്നുള്ളതിലേക്ക് ഏറ്റവും ആവേശം നൽകിയൊരു പ്രഖ്യാപനം എന്തായിരുന്നു? UDF-ന്റെ വിജയം തന്നെ. അത് മൊത്തത്തിലുണ്ടല്ലോ, 100 ചില്ലാൻ സീറ്റ് നേട്. അതിൽ താങ്കൾക്ക് ഒരു പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സന്തോഷം നൽകിയ നിമിഷം ഏതായിരുന്നു? ഞങ്ങളുടെ പ്രിയപ്പെട്ട റഷീദാണല്ലോ. അല്ല, പിണറായി ധർമ്മടത്തിൽ പിണറായി പിന്നിൽ നിന്ന് കാണുമ്പോൾ അതിനുള്ള ആള് റഷീദാണല്ലോ. അതാണ് ഞങ്ങൾക്കുള്ള ഊർജം. ഏതായിരുന്നു മണ്ഡലം? ഞാൻ മണലൂര്. അവിടെയും വിജയിച്ചില്ല. നിങ്ങളെ ഒരു അപൂർവ നിമിഷം പറഞ്ഞു. നാദാപുരത്ത് 59 വർഷമായിട്ട് കിട്ടാത്ത സ്ഥലം 23,000-ന്റെ ഭൂരിപക്ഷത്തില് അഭിജിത്ത് തൂക്കിക്ക്. ഇനിയാള് വിട്ടുകൊടുക്കൂല ഒരു കാലത്തും. ഇനി അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മളെ കുറെ മുന്നേറ്റ CPI-യും എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു UDF സംവിധാനത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മള് നോർമലൊന്നും ഇടിയില്ല. നമ്മളിപ്പോ 45 വയസ്സായി. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ. ഇനിയാൾ വിട്ടുകൊടുക്കൂല. ഞങ്ങൾ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാ. പാർട്ടി പയ്യന്നൂര്, അതുപോലെ തളിപ്പറമ്പ്. ഒരിക്കലും തന്നെ ഞങ്ങൾക്ക് തളിപ്പറമ്പ് പിന്നെയും കിട്ടിയിട്ടുണ്ട്. പയ്യന്നൂരിൽ ആദ്യമായിട്ടാണ് ജയിക്കുന്നത്. അത് അവിടുത്തെ പ്രവർത്തകർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പിണറായി സർക്കാരിനെതിരെയുള്ള വിധി എഴുത്താക്കി മാറ്റി. നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. തൃക്കരിപ്പൂര്, പയ്യന്നൂര്, അതുപോലെ എല്ലാം തൊട്ട് കിടക്കുന്ന തളിപ്പറമ്പ്, ഇതെല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. പിണറായി സർക്കാരിന് ഇനി ആവശ്യമില്ല. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ശ്രീ CR മഹേഷ് 26,618 വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്. വൻ വിജയം തന്നെയാണ് തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ അപൂർവമായ പല സ്ഥലങ്ങളിലും വിജയം നേടിയതിൻ്റെ ആഹ്ലാദമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആഹ്ലാദ പ്രകടനങ്ങളും അതേപോലെ തന്നെ വിജയ ആഘോഷങ്ങളും UAE-യുടെ പല ഭാഗങ്ങളിൽ നടക്കുമെന്നാണ് ഇൻകാസിൻ്റെയും KMCC-യുടെയും പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. യാസർ അറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.